വാരാണസി ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ കാശി വിശ്വനാഥ ക്ഷേത്രം ദർശിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ 2 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാശി യാത്ര സഫലമാകില്ല. നിങ്ങൾ രാത്രിയിൽ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു നാരങ്ങ കൈ കരുതിയില്ലെങ്കിൽ പണി കിട്ടും. വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞ താഴികളാൽ ബന്ധിക്കപ്പെട്ട അവിടെയുള്ള ഈ ദേവീക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സന്താന സൗഭാഗ്യമില്ലായിരുന്ന ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ അച്ഛനും അമ്മയും ഒരു പ്രത്യേക ദിവസം കാശിയിലെ ഈ പത്മതീർത്ഥക്കുളത്തിൽ വന്ന് കുളിച്ച് ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്തപ്പോഴാണ് പുത്ര സൗഭാഗ്യമുണ്ടായത്. നമ്മൾക്ക് സ്വയമായിട്ട് ഗണപതി ഹോമം നടത്താൻ പറ്റുന്ന ഒരു ക്ഷേത്രമുണ്ട് വാരണാസിയിൽ. ഈ കെട്ടിയിട്ടിരിക്കുന്ന ചുവന്ന പട്ടികൾക്കും പറയാനുണ്ട് കുറേ രഹസ്യങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുള്ള വാരണാസി വ്ലോഗുകളിൽ നിന്ന് ഈ ഒരു വീഡിയോ വ്യത്യസ്തമാവുന്നത് കാശി മഹാദേവ ക്ഷേത്രത്തിന്റെ ദർശന പുണ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കാശി മഹാദേവനെ ദർശിക്കുന്നതിന് മുൻപും അതിനുശേഷവും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളാണ്. നിങ്ങൾ കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ദർശനം നടത്തേണ്ടത് കാലഭൈരവ് ടെമ്പിളാണ്. കാലഭൈരവ് കാശിയുടെ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. മഹാദേവന്റെ ഭൂതഗണമായി അറിയപ്പെടുന്ന കാലഭൈരവ സ്വാമിയുടെ ക്ഷേത്രത്തിലെ പൂജകളും കുറച്ച് വ്യത്യസ്ത രീതികളിലാണ്. ക്ഷേത്രത്തിൻ്റെ നാലകത്ത് ഇതുപോലെ ഒരു ദണ്ടിൻ്റെ അറ്റത്ത് മയിൽപീലിയുമായിരിക്കുന്ന കുറേ പൂജാരിമാരെ നമുക്ക് കാണാം. രോഗമുക്തിക്കും നല്ല ജോലി ലഭിക്കാനും അതുപോലെ തന്നെ കാര്യസാധ്യത്തിനുമെല്ലാം ഇവിടെ പൂജകൾ ചെയ്തു വരുന്നു. അവിടെയുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും അൺവാണ്ടഡായിട്ട് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനിയും നമ്മൾ ദർശനം നടത്തേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന ഗണപതി ക്ഷേത്രമായ കാശിയിൽ സ്ഥിതി ചെയ്യുന്ന ബഡാ ഗണേശ് മന്ദിറിലാണ്. 3 കണ്ണുകളും ചന്ദ്രകലക്കുറിയോടും കൂടിയ ഒരു വ്യത്യസ്തമായ ഗണപതി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഗൃഹസാശ്രമിയായ വിഘ്നേശ്വരനാണ് ഇവിടെയുള്ളത്. 2 ഭാഗങ്ങളായി സിദ്ധി ദേവിയുടെയും ബുദ്ധി ദേവിയുടെയും പ്രതിഷ്ഠയും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാശി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് ബഡാ ഗണേശ് മന്ദിരെങ്കിലും കാശി മഹാദേവ ക്ഷേത്രത്തിന് തൊട്ട് അടുത്തായി മറ്റൊരു ഗണപതി ക്ഷേത്രമുണ്ട്, ദുണ്ടിരാജ് വിനായക ടെമ്പിൾ. ഇവിടെ ദർശനം നടത്തിയിട്ടും നമ്മൾക്ക് കാശി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ്. വൃത്തിഹീനമായ കാശി ഇന്ന് പഴങ്കഥയാണ്. ടെക്നോളജിയും ഹൈജീനും ഇന്ന് കാശിക്ക് ഏറെ മുഖമുദ്ര നൽകുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ VR ബൂത്ത്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലെ പൂജകളും ആരതിയുമെല്ലാം അടുത്ത് കാണാൻ സാധിക്കും. മാ അന്നപൂർണ ടെമ്പിൾ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്തതായി ദർശനം ചെയ്യേണ്ട ക്ഷേത്രമാണ് മാതാ അന്നപൂർണ ടെമ്പിൾ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ മാതാ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെങ്കിലും ആർക്കും അറിയാത്ത ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങുകൾക്കപ്പുറമുള്ള ഒരു ആദി അന്നപൂർണ ടെമ്പിൾ ഉണ്ട്. ഇതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അന്നപൂർണേശ്വരി ടെമ്പിൾ. ഇവിടെ ദർശനം നടത്തുന്നതും നമ്മുടെ ദർശന സൗഭാഗ്യം ഇരട്ടിപ്പിക്കും. ദിവസവും ആയിരക്കണക്കിന് ഭിക്ഷുക്കൾക്കാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. നമ്മൾക്കും അവിടെ അന്നദാനത്തിൽ ഭാഗമാകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഗംഗാതീരത്ത് ആൽമര തണലിൽ നിൽക്കുന്ന ഈ പശുപതിനാഥ ടെമ്പിളിൽ പോകുമ്പോഴത്തെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഔറംഗസേബിന്റെ കാലത്ത് വെട്ടിപ്പിടിച്ച മുഗൾ മന്ദിരത്തിന്റെ അവശേഷിപ്പുകളും നമുക്ക് ഈ കാട്ടിലുടനീളം കാണാൻ പറ്റും. കാശിയിലെ മറ്റു ക്ഷേത്രങ്ങളെ വെച്ച് നിർമ്മാണ രീതിയിൽ വേറിട്ട് നിൽക്കുന്ന ഈ നേപ്പാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി വളരെയധികം വേറിട്ടതാണ്. ദശാശ്വമേധ ഘട്ടിനടുത്ത് ഒരു ശിവക്ഷേത്രത്തിൽ താഴുകളാൽ ബന്ധിക്കപ്പെട്ട വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ദേവീക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ആ ഇരുട്ടത്തി കണ്ണു കാണാൻ പറ്റാത്ത പുള്ളിനെ കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. ശാരദാ ദേവിയാണ് ഇവിടെ ബന്ദി മാതയായി അറിയപ്പെടുന്നത്. ബന്ദി മാത ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ തലവശേഷക്കാരുടെ ഉറ്റവരാരെങ്കിലും വന്ന് ഇവിടെ ഒരു താഴിട്ട് പൂട്ടിയാൽ എത്രയും പെട്ടെന്ന് ജയിൽവാസം അവസാനിപ്പിക്കാമെന്നാണ് വിശ്വാസം. ലോലാർഖുണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവന്റെ ഒരു അംശം വേണ്ടിയിട്ടാണ് ലോലാർഖുണ്ട് ഉത്ഭവപ്പെട്ടതെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശിവലിംഗത്തിന്റെ ഒരു ഗർഭഗൃഹം പോലെ തന്നെയാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി ദിവസം സൂര്യന്റെ ആദ്യത്തെ കിരണം ഈ ലോലാർഖുണ്ടിൽ വീഴുമെന്നാണ് പറയപ്പെടുന്നത്. അന്നേ ദിവസം ആയിരക്കണക്കിന് ദമ്പതികൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഈ കുണ്ടിൽ വന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ പൂജ നടത്തി വരുന്നു. സൂര്യദേവനാൽ നേരിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണ് ഇവിടുത്തെ ക്ഷേത്രം. സാക്ഷാൽ വിവേകാനന്ദ സ്വാമികളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പൂജകൾ ചെയ്തതിന് ശേഷമാണ് വിവേകാനന്ദ സ്വാമി ജന്മം കൊണ്ടത് എന്നും പറയപ്പെടുന്നു.
അങ്ങനെ സന്താന സൗഭാഗ്യം ലഭിച്ച കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് തലമുണ്ടനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടെയൊക്കെ തലമുണ്ടനം ചെയ്യുമ്പോൾ ബാക്കിൽ കുറച്ച് മുടി വെക്കാറുണ്ട്. ഇവിടെ പൂർണ്ണമായും തലമുണ്ടനം ചെയ്യുന്നത് നമ്മുടെ ഉറ്റവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞ് അവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണ്. പണ്ഡിതനും കവിയുമായിരുന്ന തുളസീദാസാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് സങ്കടമോചൻ ഹനുമാൻ ടെമ്പിൾ. പേര് പോലെ തന്നെ ഇവിടുത്തെ ഹനുമാൻ സ്വാമി അഭിഷ്ട വരദായകനാണ്. ലങ്കയിലുള്ള ഈ ത്രിദേവ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വെണ്ണയും അതുപോലെ തന്നെ അന്നദാനമൊക്കെ കഴിക്കാൻ സാധിച്ചു. കാശിയിലുള്ളവരാരും പട്ടിണി കിടക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ ദർശനം നടത്തേണ്ടത് ദുർഗാകുണ്ടിലുള്ള ദുർഗാമാതാ ടെമ്പിളിലാണ്. ഇവിടുത്തെ ദേവീക്ഷേത്രങ്ങളെല്ലാം ചുമന്ന നിറത്തിലായിരിക്കുള്ളത്. ആഗ്രഹ സാഫല്യത്തിനായി ഈ ചുവന്ന പട്ടുകൾ നമുക്കിവിടെ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ കെട്ടിവെക്കാം. ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരാൾക്കും ഇവിടെ അഹസ സമർപ്പിച്ച് സ്വന്തമായി ഗണപതി ഹോമം നടത്താനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിലുണ്ട്. കുണ്ട് അഥവാ കുളം അടുത്തുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ദുർഗാകുണ്ട് എന്ന പേര് വന്നത്. പൂർണ്ണമായി നാഗര സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. ദുർഗാകുണ്ടിന് അടുത്തായിട്ട് തന്നെയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രമായ ശ്രീ തുളസി മാനസ മന്ദിറുള്ളത്. സന്യാസി ശ്രേഷ്ഠനായ തുളസീദാസാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പാവക്കൂത്ത് പോലെ ധാരാളം ഹിന്ദു പുരാണങ്ങൾ നല്ല രീതിക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിലായി ഞാൻ അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും. ദ സ്കേറിയസ്റ്റ് പ്ലേസ് ഇൻ വാരണാസി. എൻ്റെ വാരണാസി യാത്ര അവസാനിക്കുന്ന ദിവസമാണ് ഞാൻ ഇവിടെ പോയത്. രാത്രിയിൽ ഞാനിവിടെ പോയപ്പോൾ ഒരു നാരങ്ങ കൈക്ക് എഴുതിയത് എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സതീദേവി പണ്ട് ഈ ഘാട്ടിൽ സ്നാനം ചെയ്യുന്നതിനിടയ്ക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കാതിലെ ഒരു മണി, അതായത് കമ്മൽ, ഈ ഘാട്ടിൽ കളഞ്ഞു പോവുകയും ദേവിയുടെ ഉത്തരവിനെ തുടർന്ന് മണി കണ്ടുപിടിക്കാൻ പല ആൾക്കാരും ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. ആ നഷ്ടത്തെ തുടർന്ന് തൻ്റെ മനസ്സിലെ ചിത ഒരിക്കലും അണയാതിരുന്ന ദേവി ആ സ്ഥലത്തും ഒരിക്കലും ചിത അണയാതിരിക്കട്ടെ എന്ന് ശപിക്കുകയായിരുന്നു. അതിനുശേഷം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തൊട്ടരികിലായി ചിതകളും ഇന്നും അണയാതെ എന്നും കത്തിക്കൊണ്ടിരിക്കുന്നു. കാശിക്ക് മറ്റൊരു രാജാവും കൂടെയുണ്ട്, ധൂംരാജ, ദ കിങ് ഓഫ് ക്രിമേഷൻസ്. അവർക്കാണ് ഈ ഒരു ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യാനുള്ള അധികാരം. ചിതയിലെ ആദ്യത്തെ കൊള്ളി വെക്കുന്നത് ധൂംരാജ ആയിരിക്കും. ഒക്ടോബറിലാണ് ഞാൻ പോയത്. ആ സമയത്ത് ഗംഗയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു സ്ലാൻഡിങ് ടെമ്പിൾ ഒക്കെ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടിരുന്നു. മരിക്കാനായി കാശിയിൽ വരുന്നവർ ഇന്നുമുണ്ട്. ഇവിടെ മരിക്കുന്നതും ഇവിടെ സംസ്കരിക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ എത്തി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതും നേരിട്ട് ഭഗവത് പാദത്തിൽ എത്തിച്ചേരാനാണ്. മൺമറിഞ്ഞു പോയ എൻ്റെ പിതൃക്കൾക്കെല്ലാം നിത്യശാന്തി ലഭിക്കാൻ ഞാനും അർപ്പിച്ചു ഗംഗയിൽ പിണ്ടങ്ങൾ. ചെറുതും വലുതുമായ ഒട്ടേറെ ക്ഷേത്രങ്ങളാണ് കാശിക്ക് ചുറ്റുമുള്ളത്. ഒരു ഐറ്റ്നറി പോലെ വിവരിച്ച് തരാൻ പറ്റുന്നതല്ല കാശിയിലെ ക്ഷേത്രവിശേഷങ്ങൾ. എങ്കിലും കാശിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളുടെ പേര് വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മിക്ക ക്ഷേത്രങ്ങളിലും ഇവിടെ സ്പർശ ദർശനം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം. ആചാരപരമായും ആർക്കിടെക്ചർ പരമായും വ്യത്യസ്തമായി നിൽക്കുന്നതാണ് കാശിയിലെ ക്ഷേത്രങ്ങൾ. കാശിയിൽ ചെന്നാൽ ഒരു റൂട്ട് മാപ്പ് ഇല്ലാതെ നമ്മൾ അങ്ങിറങ്ങുക. പോകുന്ന വഴിക്കെല്ലാം വൈവിധ്യങ്ങളായ പല അമ്പലങ്ങളും പല സംസ്കാരങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ കണ്ട ഭൂമിക്കടിയിലുള്ള ഒരു ശിവക്ഷേത്രമാണിത്. അസി ഘാട്ട് മുതൽ നമോ ഘാട്ട് വരെ നീണ്ടു കിടക്കുന്ന ആ ഘാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും പറയാൻ വ്യത്യസ്തമായ ചരിത്രങ്ങളും സവിശേഷതകളുമുണ്ട്. ഈ ദേവഭൂമിയിലെത്തുക, നേരിട്ടറിയുക ഇവിടുത്തെ സംസ്കാരവും നമ്മുടെ പൈതൃകവും എല്ലാം. കാശിയിലെ ക്ഷേത്രങ്ങളെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. എല്ലാത്തിനും ഞാൻ ഉത്തരം പറയുന്നതാണ്. എൻ്റെ ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് കാശിക്ക് വഴി നടക്കാൻ എനിക്ക് ഭാഗ്യം തന്നു കാശിനാഥൻ 1000 നന്ദി അറിയിച്ചുകൊണ്ട് ബാക്കി കാശി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കുറിക്കാം. ബൈ.